നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. മിനാലൂരിൽ ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. കലോത്സവ വേദികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവിധ നടപടികളും കൈക്കൊള്ളുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. CPIM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി അച്ചടക്ക നടപടിക്ക് വിധേയനായ PK ശശി. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. IC ബാലകൃഷ്ണനെതിരെ വെളിപ്പെടുത്തലുമായി ബത്തേരി അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടന അപകടകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് A. വിജയരാഘവൻ. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് MV ഗോവിന്ദൻ. മിനാലൂരിൽ ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ മിനാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. ബസ് ഡ്രൈവർക്കും യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ പോലീസും നാട്ടുകാരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലോത്സവ വേദികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവിധ നടപടികളും കൈക്കൊള്ളുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവ വേദികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവിധ നടപടികളും കൈക്കൊള്ളുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പോലീസ് അടക്കമുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ യോഗം മന്ത്രി വിളിച്ചു ചേർത്തു. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥരുടെയും വകുപ്പുകളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് കൃത്യവും സുരക്ഷിതവുമായ വാഹന നിയന്ത്രണമുണ്ടാകും. 25 വേദികളിലായും 25 അക്കോമഡേഷൻ സെന്ററുകളിലായും ആയിരക്കണക്കിന് കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും കാണുന്നതിനുമായി എത്തിച്ചേരുന്നത്. ആയതിനാൽ അവരുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ വേദിയിലും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും. പെൺകുട്ടികൾക്കായുള്ള താമസ സ്ഥലങ്ങളിൽ പിങ്ക് പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തും. ഉദ്ഘാടന ദിവസം ഏതാണ്ട് 250ഓളം ബസ്സുകൾ നഗരത്തിലെത്താൻ സാധ്യതയുണ്ട്. 100 കണക്കിന് മറ്റു വാഹനങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തും. ആയത് മുന്നിൽ കണ്ട് പാർക്കിംഗ് സൗകര്യം മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തും. ഏതാണ്ട് 1300ഓളം വോളണ്ടിയർമാർ ഓരോ ദിവസവും സേവനത്തിനായി എത്തും. CPIM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി അച്ചടക്ക നടപടിക്ക് വിധേയനായ PK ശശി. CPIM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി അച്ചടക്ക നടപടിക്ക് വിധേയനായ CPIM നേതാവ് PK ശശി. നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാകുന്നത്. അപ്പപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു എന്നും അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ PK ശശി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഗിയാമം നാൾ വരെ സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത് എന്നും PK ശശി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയ നടപടിയിൽ CPIM നേതൃത്വത്തിനെതിരെയുള്ള ശശിയുടെ ഒളിയമ്പാണ് ഈ പോസ്റ്റ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും PK ശശിയെ പുറത്താക്കാൻ നേരത്തെ CPIM തീരുമാനിച്ചിരുന്നു. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഉമാ തോമസിന്റെ ആരോഗ്യനില ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ടു. ഉമാ തോമസ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞെന്ന് ഡോക്ടർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേർത്ത ശബ്ദത്തിലായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം. തലയ്ക്ക് ഉണ്ടായ മുറിവ് ഭേദപ്പെട്ട് വരികയാണ്. ഇപ്പോൾ ആളുകളെ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ വെന്റിലേഷൻ എത്ര ദിവസം തുടരണമെന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിലും ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. MLAയുടെ ആരോഗ്യസ്ഥിതി ഇന്ന് വീണ്ടും പരിശോധിച്ച ശേഷം തുടർ ചികിത്സയ്ക്കുള്ള തീരുമാനങ്ങളെടുക്കും. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ മൃദംഗ വിഷൻ MD അടക്കം 5 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായ 3 പേർക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, ഓസ്കർ ഇവന്റ് ചുമതലക്കാരൻ ജിനേഷ് കുമാർ എന്നിവരോട് വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. IC ബാലകൃഷ്ണനെതിരെ വെളിപ്പെടുത്തലുമായി ബത്തേരി അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജ്. IC ബാലകൃഷ്ണനെതിരെ വെളിപ്പെടുത്തലുമായി ബത്തേരി അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജ്.
2021 DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണൻ 17 പേരുടെ ലിസ്റ്റ് തന്നിട്ട് നിയമനം നടത്താൻ ആവശ്യപ്പെട്ടെന്നാണ് ഡോക്ടർ സണ്ണിയുടെ വെളിപ്പെടുത്തൽ. പാർട്ടി തലത്തിൽ തന്ന പേരുകൾ കുറഞ്ഞ റാങ്കുള്ളവരുടെയും റാങ്ക് ലിസ്റ്റിൽ പെടാത്തവരുടെയും ആയിരുന്നു. ലിസ്റ്റ് തള്ളി താൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ 6 ഒഴിവിലേക്ക് നിയമനം നടത്തിയെന്ന് ഡോക്ടർ സണ്ണി വെളിപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കൾ തന്നെ ശകാരിച്ചുവെന്നും IC ബാലകൃഷ്ണൻ അതിനുശേഷം സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിശദമാക്കി. IC ബാലകൃഷ്ണൻ പണം വാങ്ങിയോ എന്ന് തനിക്കറിയില്ല. NM വിജയൻ നിയമനത്തിന് ശ്രമം നടത്തിയിട്ടില്ല. പണം നൽകി തന്നെ സ്വാധീനിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് സണ്ണി വ്യക്തമാക്കി. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടന അപകടകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് വിജയരാഘവൻ. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടന അപകടകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് CPIM നേതാവ് വിജയരാഘവൻ. RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJP ആണ് രാജ്യം ഭരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്. തീവ്ര ഹിന്ദുത്വം മുസ്ലിം വിരുദ്ധമാണ്. ഒരു മുസ്ലിമായ വ്യക്തി ഒരു കേസിൽ പ്രതിയായാൽ അദ്ദേഹത്തിന്റെ വീട് തകർക്കുന്നു. ഹലാൽ എന്ന വാക്ക് തന്നെ നിരോധിച്ചു. മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഹലാൽ. തീർത്ഥാടനം നടത്തുന്ന മേഖലയിൽ മറ്റു മതസ്ഥർ കച്ചവടം നടത്തരുതെന്ന് നിർദ്ദേശം കൊടുക്കുന്നുവെന്നും വിജയരാഘവൻ പറയുന്നു. എല്ലാ വിഭാഗക്കാർക്കും തുല്യ പരിഗണന നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. ഭരണഘടനയുടെ തുടക്കം മുതൽ RSS അതിനെ എതിർത്തു. ഹിന്ദുത്വ അജണ്ടകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം ഇല്ലാതാക്കാനാണ് ശ്രമം. അതിനുവേണ്ടി മനഃപൂർവ്വം മതവർഗീയത ഉണ്ടാക്കുന്നു. ഒരു ജഡ്ജി മുസ്ലിം വിരുദ്ധ വർഗീയ പ്രസംഗം നടത്തി. ഇന്നത്തെ ജഡ്ജി നാളത്തെ BJP സ്ഥാനാർത്ഥിയെന്നും വിജയരാഘവൻ പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ ആകെ ഒരു സത്യം മാത്രമാണ് പറഞ്ഞത്. പറമ്പ് വിറ്റും കേരളത്തിൽ കുട്ടികളെ പഠിപ്പിക്കും എന്നാണ് പറഞ്ഞത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പഠിക്കാൻ അവസരം ഇല്ല എന്നാണ് ഒരു പത്രക്കാരൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? മെറിറ്റ് നോക്കിയല്ലേ കിട്ടുക, വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറം മതനിരപേക്ഷ നാട്. ചിലർ വർഗീയത പ്രചരിപ്പിക്കുന്നു. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നിവയിൽ കൂടുതലും വർഗീയവാദികളല്ല. എന്റെ വീടിന് ചുറ്റും മുസ്ലിങ്ങളാണ്. ഏറ്റവും അഭിമാനകരമായ കാര്യം ആണത്, വിജയരാഘവൻ പറഞ്ഞു. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും അത് ബാധിക്കുന്ന വിഷയമല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപരാധമാണെന്നോ അല്ലെന്നോ പറയുന്നില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ CPM നേതാക്കൾ പങ്കെടുത്ത സംഭവത്തെയും ന്യായീകരിച്ചുകൊണ്ടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച ഗോവിന്ദൻ സാമാന്യ മര്യാദയുടെ പേരിലാണ് പോയതെന്നും വിശദീകരിച്ചു. തൃശൂരിൽ പുതുതായി നിർമ്മിച്ച BJP ജില്ലാ ഓഫീസ് നമോഭവന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടത്തുന്നു. തൃശൂരിൽ പുതിയതായി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച BJP ജില്ലാ ഓഫീസ് നമോഭവന്റെ ഉദ്ഘാടനം 4-ന് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അറിയിച്ചു. ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ചെമ്പുകാവിലെ ചെറുമുക്ക് ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന 30-കാരനായ ലിവിനെയാണ് കുത്തിക്കൊന്നത്. സംഭവത്തിൽ 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ പിടിയിലായി. രാത്രി 8:45ഓടെയായിരുന്നു സംഭവം. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ തേക്കിൻകാട് മൈതാനിയിൽ ഇരിക്കുകയായിരുന്ന കുട്ടികളുമായി ലിവിൻ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നാലെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുട്ടികൾ ലിവിനെ കുത്തി. മദ്യലഹരിയിൽ ലിവിൻ ആക്രമിച്ചെന്നാണ് 16-കാരൻ പോലീസിനോട് പറഞ്ഞത്. ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. പ്രായപൂർത്തിയാവാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാനായിട്ടില്ലെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ പറഞ്ഞു. കുത്തേറ്റ ഉടൻ ലിവിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇനി ഒരു ഇടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ
നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയും ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ടല്ല 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ നൃത്ത പരിപാടിയിൽ 25,000 പേരെ നിയന്ത്രിക്കാനുണ്ടായിരുന്നത് 25 പോലീസുകാർ. കലൂർ സ്റ്റേഡിയത്തിന്റെ VIP ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ നൃത്ത പരിപാടിയിൽ 25,000 പേരെ നിയന്ത്രിക്കാനുണ്ടായിരുന്നത് 25 പോലീസുകാർ. പരിപാടിക്ക് 25 പോലീസുകാർ മതിയെന്നായിരുന്നു സംഘാടകർ പോലീസിനെ അറിയിച്ചത്. 25 പേർക്കായി പോലീസിൽ നിയമപ്രകാരമുള്ള പണവും അടച്ചിരുന്നു. 150ഓളം സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടാകും. അതുകൊണ്ട് കൂടുതൽ പോലീസുകാർ വേണ്ടെന്ന് സംഘാടകരായ മൃദംഗ വിഷൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടന്ന പരിപാടിയിൽ കൊച്ചി മെട്രോ റെയിൽ 50% ഇളവും അനുവദിച്ചു. പരിപാടിക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കണമെന്നായിരുന്നു സംഘാടകരുടെ ആവശ്യം. പുതുവർഷത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ചു. പുതുവർഷത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോ സിലിണ്ടറിന് 14.50 രൂപയാണ് കമ്പനികൾ കുറച്ചത്. തുടർച്ചയായി 5 മാസം വില വർദ്ധിപ്പിച്ച ശേഷമാണ് വിലയിൽ ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത്. 5 മാസം കൊണ്ട് ഏകദേശം 173 രൂപയുടെ വർധനയാണ് ഉണ്ടായിരുന്നത്. വില കുറച്ചതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 1,804 രൂപയായി. മുംബൈ 1,756, ചെന്നൈ 1,966, കൊൽക്കത്ത 1,911 എങ്ങനെയാണ് പുതുക്കിയ നിരക്ക്. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുല്ലാനിക്കാട് പുന്നമ്പറമ്പ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം 6-ന്. പുല്ലാനിക്കാട് മുതൽ പുന്നുംപറമ്പ് വരെയുള്ള റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മംഗലം സാഫല്യം ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ച് ജനുവരി 6-ന് രാവിലെ 9 മണിക്ക് നടത്താൻ സേവ്യർ ചിറ്റ്ലപ്പള്ളി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പുല്ലാനിക്കാട് നിന്ന് ആരംഭിച്ച് മംഗലം, അരങ്ങാട്ടുകര, തെക്കിൻകര, പുന്നമ്പറമ്പ് ഈ നിലയിൽ ഏകദേശം 5.5 കിലോമീറ്റർ ദൂരമാണ് ഈ റോഡ് നിർമ്മാണ പ്രവർത്തനം. നമുക്ക് 7 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബഡ്ജറ്റിൽ അനുമതി ലഭിച്ചതാണ്. ആ 7 കോടി രൂപയിൽ സ്വാഭാവികമായിട്ടും ഈ 5.5 കിലോമീറ്റർ എന്നിടത്തേക്ക് എത്തുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇപ്പോൾ നമ്മൾ പുതുതായി ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം 250-300 മീറ്റർ കൂടി ഈ റോഡുമായി ബന്ധപ്പെട്ട് BMNBC നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന ഒരു നിർദ്ദേശം. അതിൻ്റെ കൂടി ഭാഗമായിട്ട് മൊത്തം 5.5 കിലോമീറ്റർ ദൂരം റോഡ് BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് TS ലഭിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ആ റോഡിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ കൃഷിഭൂമിയാണ്. ഏകദേശം 20 കമ്പർട്ടുകളാണ്, 20 കൊച്ചു കൊച്ചു പാലങ്ങളാണ് ആ റോഡിൽ പൂർണ്ണമായിട്ടുള്ളത്. പുതുതായിട്ട് ചില സ്ഥലത്ത് കൂടി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ AE പറയും. സ്വാഭാവികമായും റോഡ് നിർമ്മാണം എന്ന് പറയുമ്പോൾ ഉപയോഗശൂന്യമായ എല്ലാ പാലങ്ങളും പൊളിച്ച് നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ട് വരും എന്ന പ്രശ്നം. അതുകൂടി ചേർന്നാണ്
ഏകദേശം 5.5 കോടി രൂപയുടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ലഭിച്ചിട്ടുണ്ട്. 5.5 കോടി രൂപ ചിലവിലാണ് റോഡ് നിർമ്മാണം നടക്കുക. റോഡിലെ കൺവെർട്ടറുകൾ പുതുക്കി പണിയും. 7 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും. ഇതിനിടെ നേരത്തെ എടുത്തിരുന്ന തീരുമാനപ്രകാരമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. വളവ് തിരിവുകൾ ഒഴിവാക്കി റോഡ് വീതി കൂട്ടാനാണ് കഴിഞ്ഞ 3 വർഷം മുമ്പ് തീരുമാനമെടുത്തിരുന്നത്. നിലവിൽ ആ തീരുമാനം മാറ്റി നിലവിലുള്ള റോഡ് ടാറിടും. കലിങ്കുകളുടെ അറ്റകുറ്റപ്പണികളും മാത്രമാണ് നടക്കുക. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗത്തിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, കൗൺസിലർ SAA ആസാദ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനീത് P എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിൽ പുതുവർഷ ആഘോഷത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കെ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. പുന്നമ്പറമ്പ് പടിഞ്ഞാറേപ്പുരയിൽ സുകുമാരൻ ആണ് മരിച്ചത്. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാ കായിക സംസ്കാര വേദിയുടെ 3ാം വാർഷികവും ന്യൂ ഇയർ ആഘോഷവും കൊണ്ടാടി. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാ കായിക സാംസ്കാരിക വേദി 3ാം വാർഷികവും ന്യൂ ഇയർ ആഘോഷവും കൊണ്ടാടി. ശ്രീധരൻ കല്ലാട്ടുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുധി പന്തക്കൽ സ്വാഗതം പറഞ്ഞു. നാടക സംവിധായകൻ ഷാജി മാരാത്ത്, കവിയത്രി ഗീതാ ദിവാകരൻ, പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിൽ എത്തിയ പട്ടിയാത്ത് രാജീവ്, ഇരുള നൃത്തം പഠിപ്പിക്കുന്ന സുബ്രഹ്മണ്യൻ, ചെണ്ട വാദ്യകലാകാരൻ വിനീത് കലാഗ്രാമം, അമ്പെയ്ത്ത് മത്സരത്തിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ES ശിവാനി, തൃശൂരിൽ നടന്ന ആം ടെസ്റ്റിംഗ് ജൂനിയർ ചാമ്പ്യൻ അജിത് S നായർ എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു. ന്യൂ ഇയർ ഗാനങ്ങളും നൃത്തങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പങ്കെടുത്തവർക്കെല്ലാം സദ്യയും നൽകി. ടിജോ ജോസ്, രഞ്ജിത്ത് പണിക്കർ, രാമൻകുട്ടി കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. ഒരു മോഹൻലാൽ ചിത്രം കൂടി റിലീസിന്. ആദ്യ സംവിധാന സംരംഭം തന്നെ സൂപ്പർ ഹിറ്റാക്കിയ റോഷൻ ആൻഡ്രൂസ് ഒരുപാട് ട്രോളുകൾക്ക് ഊർജം പകർന്ന ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നു. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ജോഡിയായ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയുടെ അഴിഞ്ഞാട്ടം കണ്ട ഉദയനാണ് താരം വീണ്ടും റിലീസിനെത്തുന്നത് 2025 ഫെബ്രുവരിയിൽ. മോഹൻലാൽ തന്നെ നായകനായ സ്ഫടികമാണ് മലയാളത്തിൽ റിലീസ് ട്രെൻഡിന് തുടക്കം കുറിച്ചത്. പിന്നീട് വന്ന ദേവദൂതൻ ആദ്യ റിലീസിലെ പരാജയം മറികടക്കുന്ന വിജയം നേടി. മണിച്ചിത്രത്താഴും സമാനമായി പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ശ്രീനിവാസനാണ് ഉദയനാണു താരത്തിന്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. സിനിമയിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച പച്ചാളംബാസി എന്ന കഥാപാത്രത്തിനും കൾട്ട് പ്രതിച്ഛായ ലഭിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ നായികയായി മീന എത്തിയപ്പോൾ മുകേഷ്, സലീം കുമാർ, ഇന്ദ്രൻസ്, ഭാവന എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. ഛായാഗ്രഹണം നിർവഹിച്ചത് S കുമാറാണ്. ഗാനരചന കൈതപ്രം നിർവഹിച്ചപ്പോൾ പശ്ചാത്തല സംഗീതം ഔസേപ്പച്ചനും നിർവഹിച്ചു. പുതുവർഷത്തിൽ ആശംസ പറഞ്ഞില്ലെന്ന കാരണത്താൽ യുവാവിനെ കുത്തിവീഴ്ത്തി കഞ്ചാവ് കേസ് പ്രതി. പുതുവർഷത്തിൽ ആശംസ പറഞ്ഞില്ലെന്ന കാരണത്താൽ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിവീഴ്ത്തി കഞ്ചാവ് കേസ് പ്രതി. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. ദേഹത്താകെ 24 തവണ കുത്തേറ്റിട്ടുണ്ട്. ഗുരുതര പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് കേസിലെ പ്രതി ഷാഫിയാണ് കുത്തിയത്. ഷാഫിയോട് ന്യൂ ഇയർ ആശംസ പറയാത്തതാണ് ആക്രമിക്കാൻ കാരണം. ബസ് സ്റ്റോപ്പിൽ ഷാഫിക്കൊപ്പം ഇരുന്നവർക്ക് മാത്രം ആശംസ നേർന്നതാണ് പ്രകോപനം. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണവും സ്വച്ഛ് സംഗമവും സംഘടിപ്പിച്ചു. സ്വച്ഛ് സർവേഷൻ 2024 ഭാഗമായി സ്വച്ഛ് സംഗമവും മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണ പരിപാടിയും സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. സ്വച്ഛ് സർവേഷൻ 2024 ഭാഗമായി നഗരസഭ തയ്യാറാക്കിയ സ്വച്ഛ് കലണ്ടർ നഗരസഭാ ചെയർമാൻ പ്രകാശനം ചെയ്തു. നഗരസഭയിൽ ശുചിത്വ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശുചീകരണ തൊഴിലാളികൾക്കും ഹരിത കർമ്മ സേനാംഗങ്ങൾക്കുമുള്ള അവാർഡ് വിതരണവും നടന്നു. ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നും മികച്ച കലാസൃഷ്ടി രൂപപ്പെടുത്തി നഗരസഭയ്ക്ക് കൈമാറിയ ഷിബു ചേലക്കരയെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര നഗരകാര്യ പാർപ്പിട മന്ത്രാലയം എല്ലാ വർഷവും ദേശീയ തലത്തിൽ നഗരസഭകളുടെ ശുചിത്വം മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് നൽകുന്നതിന് നടത്തുന്ന ദേശീയ ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേഷൻ. മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത, അജൈവ മാലിന്യ ശേഖരണവും സംസ്കരണവും
പൊതു ടോയ്ലറ്റുകളുടെ ശുചിത്വം, നഗര സൗന്ദര്യവൽക്കരണം, വിവിധ IEC പ്രവർത്തനങ്ങൾ, ജലാശയങ്ങളുടെ ശുചിത്വം, സ്ക്രീനിംഗ് ചേംബറുകൾ, വേസ്റ്റ് ടു ആർട്ട്, C&D വേസ്റ്റ് കളക്ഷൻ സംവിധാനം, സ്വച്ഛ് ചാമ്പ്യൻ, സ്വച്ഛ് വാർഡ്, RRR സെന്റർ എന്നീ പ്രവർത്തനങ്ങളുടെ പരിശോധന കേന്ദ്ര നഗര കാര്യ പാർപ്പിട മന്ത്രാലയത്തിലെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ നഗരസഭയിലെത്തി പരിശോധിച്ച് മാർക്ക് നൽകും. കൂടാതെ പൊതുജനങ്ങളുടെ അഭിപ്രായ ശേഖരണവും ഇതിന്റെ ഭാഗമായി നടക്കും. ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ജമീലാബി, സ്വപ്ന ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ, കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മിനാലൂരിൽ ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. കലോത്സവ വേദികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവിധ നടപടികളും കൈക്കൊള്ളുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. CPIM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി അച്ചടക്ക നടപടിക്ക് വിധേയനായ PK ശശി. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. IC ബാലകൃഷ്ണനെതിരെ വെളിപ്പെടുത്തലുമായി ബത്തേരി അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടന അപകടകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് A വിജയരാഘവൻ. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് MV ഗോവിന്ദൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.